ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറൂസ്ദാദുവാണ്. അങ്ങനെ കൊണ്ടോട്ടി നേർച്ചയുടെ ആദ്യത്തെ വരവ് ഇവിടെ തുടങ്ങുകയാണ്. ഒരു മാസത്തിന് ശേഷം നമ്മുടെ കൊണ്ടോട്ടി നേർച്ച സ്റ്റാർട്ടാവുകയും ചെയ്യും. അപ്പം ഇന്ന് 9-ാം തീയതി, അടുത്ത 9-ാം തീയതിക്കുള്ളിൽ അറബി മാസം വെച്ച് നോക്കുകയാണെങ്കിൽ 2 ദിവസം പുറകോട്ടായിരിക്കും ഉണ്ടാകുക. എന്നാലും ആ ദിവസങ്ങൾ അറിയിക്കാം, നമ്മുടെ ചാനലിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ, അതായത് മാപ്പിള കലാരൂപങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വരവായിരുന്നു ഇത്. എന്തായാലും അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും വീഡിയോയിലൂടെ കാണുക. ഉണ്ട്. ഇത്രയും ആർഭാടത്തോടു കൂടി ഇതുവരെ കൊണ്ടോട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ജനപങ്കാളിത്തം കൊടിമരം നാട്ടുന്ന ആ സമയത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പല വയസ്സായ ആളുകളും എന്നോട് പറഞ്ഞത്. ഈ പ്രാവശ്യം ഒരുപാട് ആളുകളുടെ ജനപങ്കാളിത്തമുണ്ട്. അതായത് 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വരുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും ഈ പ്രാവശ്യത്തെ കൊണ്ടോട്ടി ദശ ഒരു കളറാവുന്നതിന് 100% ഉറപ്പാണ്. ഇനി ബ്ലോക്കാക്കി ആ വണ്ടി പോയിക്കോട്ടെ. അപ്പോൾ ഈ കൊണ്ടുവരുന്ന കൊടിയാണ് നമ്മുടെ കൊടിമരത്തിൽ നാട്ടാൻ പോകുന്നത്. 3 കൊടികളാണ് ഉണ്ടാവുക. ആ 3 കൊടി ഇതുപോലെയാണ് കൊണ്ടുവരുന്നത്. ഇനി അത് ആ കൊടിമരത്തിൻ്റെ മുന്നിൽ പോയി അവിടുത്തെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം അതിൽ ചന്ദന തൊട്ടതിന് ശേഷം മുകളിലേക്ക് ആനയിച്ച് മുകളിൽ എത്തിച്ചതിന് ശേഷം രാവിലെ സുബഹിക്കായിരിക്കും കൊടി പൊന്തിക്കുക. ഇത് കൊടി അവിടെ കൊണ്ടുപോയി വെച്ച് മുകളിൽ എത്തിക്കുന്നത് വരെയുള്ള കർമ്മങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ജനപങ്കാളിത്തം ഇതുവരെ കൊണ്ടോട്ടിയിൽ ഉണ്ടായിട്ടില്ല. കൊണ്ടോട്ടി നേർച്ചയ്ക്കല്ല, പ്രത്യേകം ഓർമ്മ കൊടുക്കുന്നു. നമ്മുടെ കൊടിമരം നാട്ടുന്ന സമയം അങ്ങനെ ആകെ കുറച്ച് ആളുകൾക്ക് ഇത്ര കാലമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെയൊക്കെ വീഡിയോ പലതും വൈറലായിട്ടുണ്ട്. പല ആളുകളിലേക്ക് നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോസുകൾ, അതുപോലെ നമ്മുടെ യൂട്യൂബ് വീഡിയോസുകൾ, ഫേസ്ബുക്കിലെ പല വീഡിയോസുകളും ഒക്കെ പല ആളുകളിലേക്ക് എത്തി. നല്ല ജനപങ്കാളിത്തം ഈ പ്രാവശ്യമുണ്ട്. ഓക്കെ,
ഈ എറിഞ്ഞു കൊടുക്കുന്ന സാധനമല്ലോ ഇവിടുത്തെ ഹൈലൈറ്റാണ്. മരീദ എന്നാണ് അതിൻ്റെ പേര് തോന്നുന്നത്. പക്ഷേ ആ സാധനം എനിക്ക് കിട്ടിയില്ല. എറിഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ കൂടെ ഒന്ന് പോയി. പക്ഷെ ഞാനത് പിടിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കൊമ്പിട്ടെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അത്രയും തിരക്കേന്. പക്ഷെ ഒരുപാട് ആൾക്കാർ അതിന് ഒന്നും നല്ല തിരക്കുണ്ട്. കാരണം അത് 14 വർഷമായിട്ട് കൊണ്ടുകാർക്ക് കിട്ടാത്ത സംഭവമായിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല. പക്ഷേ ലാസ്റ്റിക്ക് എനിക്ക് ഫോട്ടോ എടുക്കാൻ ഒരു അവസരം കിട്ടി. പക്ഷെ അത് തങ്ങളെ കൈക്കിൽ ഫാമിലിക്ക് കൊണ്ടുപോയി. പക്ഷേ മൂപ്പരെന്ത് ചെയ്ത് അത് ഫോട്ടോ എടുക്കാൻ തരാം, പക്ഷേ കൊണ്ടുപോകാൻ തരില്ലായിരുന്നു. എന്നാലും പോട്ടെ, സാരമില്ല. അടുത്ത വർഷം നമ്മൾ നേരെ